എന്താടോ വരരെ ഇങ്ങനൊരു തംനെയിൽ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോയുടെ അവസാനം ഞാൻ അതിന് ഉത്തരം നൽകുന്നതാണ്. ഇപ്പോൾ നമുക്ക് OnePlus 6Tയുടെ അൺബോക്സിങ്ങിലേക്ക് പോകാം. വളരെ നന്നായിട്ട് ഡിസൈൻ ചെയ്തൊരു ബോക്സാണ് OnePlus 6Tയുടേത്. ബോക്സിൻ്റെ ഓവറോൾ ലുക്ക് ആൻഡ് ഫീലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വൺപ്ലസ് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പൊക്കിയടിച്ചുകൊണ്ടുള്ള കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്. OnePlusൻ്റെ ബ്രാൻഡിംഗ് ഉണ്ട്, 6T ബ്രാൻഡിംഗ് ഉണ്ട്. OnePlusൻ്റെ ബ്രാൻഡിംഗ് ഫ്രണ്ടിലും കാണാൻ കഴിയും. പിന്നെ ഈ ബോക്സിൻ്റെ താഴെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇയർ ഓഫ് മാനുഫാക്ചർ, മന്ത് ഓഫ് മാനുഫാക്ചർ, കുറച്ച് ബേസിക് ഇൻഫോർമേഷൻ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ എന്നെ എക്സൈറ്റ് ചെയ്യുന്നൊരു സംഗതി, ഓപ്പോ മൊബൈൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെ ഇപ്പോഴും OnePlusൻ്റെ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സൈഡിലായിട്ട് അണ്ടർ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ ഒരു ബ്രാൻഡിംഗ് ഉണ്ട്. താഴെ ഭാഗത്ത് ക്വാൽകോമിൻ്റെ ഒരു ബ്രാൻഡിംഗ്, അതുപോലെ തന്നെ സാർ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഒന്നും ഹയർ സൈഡിലല്ല, എല്ലാം റെഗുലേഷൻ്റെ കീഴിലാണ്. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫോർമേഷനും കൂടെ ഉണ്ട്. നമുക്ക് ഇനി ഈ ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് യഥാർത്ഥത്തിലുള്ള പ്രൊഡക്റ്റ് കാണാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് OnePlus 6T സ്മാർട്ട് ഫോൺ തന്നെയാണ്. നല്ല അടിപൊളിയായി ഡിസൈൻ ചെയ്തൊരു പ്രൊഡക്റ്റാണ് OnePlus 6T. ആ സ്റ്റിക്കർ പീൽ ഓഫ് ചെയ്യുമ്പോൾ ഡിസൈൻ ബൈ OnePlus എന്നുള്ള ബ്രാൻഡിങ് കാണാൻ കഴിയും. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 6 ആണ് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് മെറ്റീരിയൽ. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റ് ബൂട്ടപ്പ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കണ്ടൻസ് എന്തൊക്കെയാണ് ബോക്സിലുള്ളതെന്ന് നോക്കാം. പിന്നെ നമുക്ക് കിട്ടുന്നത് അല്പം വെയിറ്റുള്ള ഒരു ബോക്സാണ്. ഈ ബോക്സ് നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്ന്. നല്ല വെയിറ്റ് ഉണ്ട്. നമ്മളിത് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പ്ലാസ്റ്റിക് കേസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ സ്റ്റഡി ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസാണത്. പിന്നെ നമുക്ക് കുറച്ച് ബുക്ക്ലെറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കുമ്പോൾ റെഡായിട്ട് എന്തോ കാണുന്നുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. യെസ്, അതിനകത്ത് നമുക്ക് സിം ഇജക്ടർ പിന്നുണ്ട്. 2 ബുക്ക്ലെറ്റുകളുണ്ട്. ഒന്ന് സേഫ്റ്റി ഇൻഫർമേഷനും ബാക്കി പ്രൊഡക്റ്റ് ഇൻഫർമേഷനും. പിന്നെ നമുക്ക് കിട്ടുന്നൊരു പോസ്റ്ററാണ്. ഈ പോസ്റ്റർ അല്പം വലിപ്പമുള്ളതാണ്. അൺലോക്ക് ദ സ്പീഡ് എന്നുള്ള ബ്രാൻഡിങ് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പോസ്റ്ററിൻ്റെ പുറകിലായിട്ട് ഈ ഫോണിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളും ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റും എലമെൻസിനെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ആ കേസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയാം. വളരെ നല്ല ക്വാളിറ്റിയിലുള്ളൊരു പ്രൊഡക്റ്റാണത്. സാധാരണ ഒരു OnePlus ബ്രാൻഡഡ് കേസിനൊക്കെ 1000 റുപ്പീസ് ആവും. പക്ഷേ ഈ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നിങ്ങളത് മേടിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം കുറച്ച് നാളത്തേക്കെങ്കിലും ഈ കേസ് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരമായിരിക്കും. ഇനി നമുക്ക് കണ്ടൻസ് ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇനിയുള്ളത് ഒരു ലെറ്ററാണ്. OnePlusൻ്റെ CEO പീറ്റ് ലൂ എഴുതിയൊരു ലെറ്ററാണത്. ഈ പ്രൊഡക്റ്റ് ഞാൻ വളരെ ബേസിക്കായിട്ടൊന്ന് അൺബോക്സ് ചെയ്തിരുന്നു ആദ്യമേ തന്നെ. അപ്പോൾ ഈ ലെറ്റർ ഞാൻ വായിച്ചാണ്. OnePlusൻ്റെ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും OnePlusൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെയുള്ള കുറച്ച് ഇൻഫർമേഷനാണ്. പിന്നെ നമുക്ക് OnePlusൻ്റെ ഡാഷ് ചാർജറാണ് ലഭിക്കുന്നത്. ഓപ്പോ ഫോൺസിലും നമുക്ക് ഇതുപോലുള്ള ചില ടെക്നോളജികൾ കാണാൻ കഴിയും. OnePlusന് അത് ഡാഷ് ചാർജിങ് എന്നുള്ള ടെക്നോളജിയാണ്. വളരെ പെട്ടെന്ന് ഫോൺ ചാർജ് ആവും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് ഈ ചാർജറും ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ചാർജർ കേബിളും അതുപോലെ തന്നെ ഒരു ഡോങ്കിളും ലഭിക്കും. ചാർജർ കേബിളിൻ്റെ കാര്യത്തിൽ തന്നെ ഏറ്റവും ആകർഷക സംഗതി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ആ വയർ ക്വാളിറ്റിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർബ് എന്നേ പറയാൻ കഴിയുള്ളൂ. പിന്നെ നമ്മുടെ ഡോങ്കിൾ ലൈഫ്, ഇതിന് ഹെഡ്ഫോൺ ജാക്കില്ല. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ബോക്സിലുള്ള കണ്ടൻസ് എല്ലാം ഒന്ന് പെട്ടെന്ന് നോക്കാം. കുറേ ബുക്ക്ലെറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ OnePlus 6T സ്മാർട്ട് ഫോൺ, അതുപോലെ തന്നെ ഒരു കേസ് ഉണ്ട്, പിന്നെ ഒരു ചാർജിങ് കേബിൾ, അതുപോലെ തന്നെ ഒരു ഹെഡ്ഫോൺ ജാക്ക് അഡാപ്റ്റർ, പിന്നെ നമ്മുടെ ഡാഷ് ചാർജർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിലുള്ളത്. ഇനി ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നമുക്ക് നോക്കാം. ഈ ഫോണിൻ്റെ ഇടതുവശത്ത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും സിം ട്രേയും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വലതുവശത്ത് പവർ ബട്ടണും അതുപോലെ തന്നെ അലേർട്ട് സ്ലൈഡറും നൽകിയിട്ടുണ്ട്. ഈ അലേർട്ട് സ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഐഫോണിലൊക്കെ ചെയ്യുന്ന പോലെ പെട്ടെന്ന് ഫോൺ മ്യൂട്ട് ചെയ്യാനും സൈലൻറ്റ് ചെയ്യാനും കഴിയും. മുകളിലായിട്ട് ഒരു സെക്കൻഡറി മൈക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിന് ഒരു സ്ക്രീൻ ഗാർഡ് ഓൾറെഡി കമ്പനി തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകുവശത്ത് 16+20 മെഗാപിക്സൽ ഡ്യുവൽ റിയർ ക്യാമറയും ഡ്യുവൽ ഫ്ലാഷും കമ്പനി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് വശത്ത് ഒരു ഡ്യൂ ഡ്രോപ്പ് ഡിസൈനിൽ അല്ലെങ്കിൽ ഒരു വാട്ടർ ഡ്രോപ്പ് ഡിസൈനിൽ ഒരു 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയും അതുപോലെ തന്നെ പ്രോക്സിമിറ്റി സെൻസർ, മറ്റ് സെൻസറുകൾ, അതുപോലെ തന്നെ ഇയർ പീസ് എല്ലാം കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 6.4 ഇഞ്ച് സ്ക്രീനാണ് ഇത് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ഇതിൻ്റെ 6.4 ഇഞ്ചുള്ള ഒപ്റ്റിക് ആമോലെഡ് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. വളരെ ബ്രൈറ്റാണ്, ബ്യൂട്ടിഫുള്ളാണ്, ഒന്നും പറയാനില്ല, സൂപ്പർബ് എന്നും മാത്രം. ഇനി എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു തംനെയിൽ ഞാൻ ഇട്ടതെന്ന് പറയാം.
ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്തപ്പോഴെല്ലാം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തതിനെക്കുറിച്ചൊന്നും ഞാൻ ഒത്തിരി കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്നില്ല, കാരണം അതില്ല, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് തന്നെ കാണിക്കാനാണ്. പക്ഷേ ഈ പ്രൊഡക്റ്റ് ശരിക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലറാണോ? OnePlus എന്ന കമ്പനി എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ ഫോണുകളെല്ലാം ഫ്ലാഗ്ഷിപ്പ് കില്ലറുകളാണെന്നാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ OnePlus 60 എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലറല്ല, യഥാർത്ഥത്തിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഈ ഫോണിൻ്റെ കുറ്റം പറയല്ല കേട്ടോ. ഒരു സാധാരണ ഇന്ത്യക്കാരന് മേടിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു പ്രൈസ് ടാഗിലേക്ക് OnePlus മാറി എന്നുള്ള കാര്യം ഒന്ന് എടുത്തു പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ഒന്ന് നോട്ട് ചെയ്തത്. ചില പ്രമുഖ കമ്പനികളുടെ ഫ്ലാഗ്ഷിപ്പുകളുടെ ഏറ്റവും കൂടിയ വേരിയൻറ്റിൻ്റെ വിലയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വില നിലവാരം വെച്ചിട്ട് OnePlus 60 ഏതെങ്കിലും രീതിയിലൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് വിളിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എന്തോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് മുകളിൽ വന്ന പോളിലും താഴെ കമൻറ്റിലും മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടോ, നല്ലതോ ചീത്തയായിക്കൊള്ളട്ടെ, ദയവ് ചെയ്ത് അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് ഹാരിസ് സൈനിങ് ഓഫ്.